പ്രത്യേക ഗ്രാമസഭ ചേർന്ന നെന്മാറ പഞ്ചായത്ത് അർഹരായ കുടുംബങ്ങളിൽ ആനുകൂല്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. PMAY ഗ്രാമീൺ ആവാസ് പ്ലസ് 2024 ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കാനായിരുന്നു യോഗം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയുമായി 531 അപേക്ഷകളാണ് പഞ്ചായത്തിൽ ലഭിച്ചത്. മുൻഗണനാടിസ്ഥാനത്തിൽ 153 പേരെ തിരഞ്ഞെടുത്തതിന് ഗ്രാമസഭ അനുമതി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. 150 മറ്റുള്ള ആളുകളെയും അങ്ങനെ 511 പേരാണ് മൊത്തം നമ്മുടെ ലിസ്റ്റിൽ വരിക. ഇവരിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് 153 പേരെയാണ്. അപ്പൊ ഇനി അർഹതയുള്ള ഈ രണ്ട് പട്ടികയിൽ പുറത്തു നിൽക്കുന്ന അർഹതയുള്ള ഏകദേശം 153 പേർക്ക് ഇപ്പോൾ PMAY പദ്ധതി പ്രകാരം പുതിയ വീട് ലഭിക്കുവാനുള്ള സാഹചര്യ നെന്മാറ ഗ്രാമപഞ്ചായത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് നേരിട്ട് നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ്. PMAY പദ്ധതി നേരിട്ട് നടപ്പിലാക്കുന്നത്. ലൈഫ് മിഷന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് വഴിയാണ്. അപ്പൊ ഇതിനെല്ലാം ഫണ്ടുകൾ എല്ലാവരുടെയും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്ന് വരുന്ന ഫണ്ടുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകളാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറിവിലേക്കായി പറയുന്നു, നമുക്ക് PMAY പദ്ധതി പ്രകാരം കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് 72,000 രൂപയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് 48,000 രൂപയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം PMAY പദ്ധതിക്കായിട്ട് 70,000 രൂപയാണ് നമ്മൾ നൽകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR നാരായണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗോകുൽദാസ്, സൗമ്യ വിജയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമീർ ജാൻ, മെമ്പർമാരായ C പ്രകാശൻ, സുഭജ, നിഷ, മുരളീധരൻ, രാജേഷ്, സെക്രട്ടറി ശ്രീപ്രിയ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.